നമസ്കാരം. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയ്ക്ക് ഇന്ത്യയും മോദിയും നല്ല പേടിയാണ്. പാകിസ്ഥാനെ സഹായിച്ച തുർക്കി ഇപ്പോൾ ചക്രശ്വാസം വലിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ തുർക്കി വിയർത്ത് നിൽക്കുകയാണ്. വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ നിന്നുള്ളവർ തുർക്കിയെ ബഹിഷ്കരിച്ചതോടെ തുർക്കിയുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളകിത്തെറിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്ന് തുർക്കി ഭാരതത്തോട് പറഞ്ഞിട്ടും ഇന്ത്യ കേട്ടില്ല. കൂടാതെ പാകിസ്ഥാന്റെ അടിത്തറ തന്നെ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ. കൂടാതെ ആരെല്ലാം പാകിസ്ഥാനെ സഹായിക്കുന്നുമോ അവർക്ക് ഇന്ത്യ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒരു നയതന്ത്ര നടപടികൾ സ്പോട്ടിൽ തന്നെ കൊടുക്കുന്നുമുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൈന ഇപ്പോൾ തന്നെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇനി പാകിസ്ഥാനുമായി ഒരു തരത്തിലുമുള്ള ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നും ആ ഒരു നീക്കത്തിലാണ് ചൈന ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാനുമായി ഇനി ഒരു തരത്തിലുമുള്ള ബന്ധവും വച്ച് പുറപ്പിക്കാൻ ചൈന ആഗ്രഹിക്കുന്നില്ല എന്ന് തുറന്ന് തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. പണ്ട് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു സുഹൃത്ത്, അതായത് ആത്മാർത്ഥ സുഹൃത്ത് പോലെ ആയിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരു വിള്ളൽ വീണ് അവരൊരു കീരിയും പാമ്പും പോലെ ആയി നിൽക്കുന്നു എന്നതാണ് വസ്തുത. പാകിസ്ഥാന് ഹൈപ്പർസോണിക് മിസൈലുകൾ നൽകാൻ പറ്റില്ല എന്ന് ചൈന തുറന്നു പറഞ്ഞതോടെ പാകിസ്ഥാന്റെ ആത്മാർത്ഥത സുഹൃത്ത് ഹൈപ്പർസോണിക് മിസൈലുകൾക്കും അവയുടെ നിർമ്മാണ സാങ്കേതിക വിദ്യയ്ക്കും വേണ്ടിയുള്ള പാകിസ്ഥാന്റെ ആവശ്യമാണ് ചൈന നിരസിച്ചത്. ഈ മിസൈലുകൾ ഇതുവരെ കയറ്റുമതിക്ക് ലഭ്യമല്ല എന്നും മറ്റ് രാജ്യങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു പതിപ്പ് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല എന്നും ചൈന വ്യക്തമായി പറഞ്ഞു. ഇന്ത്യയുടെ അതിവേഗം വളരുന്ന മിസൈൽ സാങ്കേതിക വിദ്യയുമായും ഹൈപ്പർസോണിക് സംവിധാനങ്ങളുമായും മത്സരിക്കുന്നതിനാണ് പാകിസ്ഥാൻ ഈ മിസൈൽ ആവശ്യപ്പെട്ടത്. വളരെ വേഗതയേറിയതും പുരോഗമിച്ചതുമായ HSTDV പോലുള്ള മിസൈലുകൾ ഇന്ത്യ ഇതിനകം പരീക്ഷിച്ചു വരികയാണ്. എന്നാൽ തങ്ങളുടെ മിസൈലുകൾ നൽകാൻ പറ്റില്ല എന്ന് ചൈന വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതായി, പാകിസ്ഥാനിൽ ഇതിനകം ലഭ്യമായ ചൈനീസ് ആയുധങ്ങളുടെ പ്രകടനം പ്രതീക്ഷിച്ചതിലും മോശമാണ്, ദുർബലമാണ്. പാകിസ്ഥാൻ ഈ സാങ്കേതിക വിദ്യ പാശ്ചാത്യ രാജ്യങ്ങളുമായി പങ്കിടുമെന്നും ചൈന ഭയപ്പെടുന്നുണ്ട്. പാകിസ്ഥാന് മുമ്പ് ചൈനയിൽ നിന്ന് യുദ്ധവിമാനം, മിസൈൽ സംവിധാനങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഹൈപ്പർസോണിക് മിസൈലുകൾ പോലുള്ള സെൻസിറ്റീവ് സാങ്കേതിക വിദ്യ നൽകാൻ ചൈന തയ്യാറല്ല. ചൈനയുടെ സഹായത്തോടെ ഈ മിസൈലുകൾ വാങ്ങാനും സ്വന്തമായി നിർമ്മിക്കാനും പാകിസ്ഥാൻ ആഗ്രഹിച്ചു. പക്ഷേ ചൈനയുടെ വിസമ്മതം അതിന് വലിയ തിരിച്ചടിയായി. ഇന്ത്യയുമായി മത്സരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ അത് തടസ്സപ്പെടുത്തിയേക്കും. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു പാകിസ്ഥാൻ ഒരു ആയുധങ്ങൾ, അത് ഹൈപ്പർസോണിക് മിസൈലുകൾ ചൈന കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പാകിസ്ഥാൻ എടുത്ത് ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുർക്കിയുടെ അവസ്ഥ എന്താണോ അതുപോലെ ഇന്ത്യ ഒരു നയതന്ത്രമായ നീക്കം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, കാരണം ചാമ്പാർ പോർട്ട് അടക്കമുണ്ട്, അതിലൊക്കെ ഇന്ത്യക്കാണ് 10-20 വർഷത്തെ കാലയളവിൽ ഇന്ത്യക്കാണ് അതിൻ്റെ ഒരു നടത്തിപ്പ് അവകാശം. അവിടെയൊക്കെ കയറി ഇന്ത്യ ശക്തമായ ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ ചൈനയുടെ അടിത്തറ തന്നെ ഇളകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി പാകിസ്ഥാനുമായിട്ട് ഇനി ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന ഒരു രീതിയിലേക്ക് ചൈന ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.